ഇവിടെ എന്താ ചെയ്യണത്? ഒന്നും പറയണ്ട, മഴയായിട്ടൊരു ചെറിയ പണി തന്നിരിക്കുകയാണ്. ചേട്ടനൊരു പണി ഞാൻ കൊടുത്ത്. പണി തരും പറയാറുണ്ട്, ഇങ്ങനത്തെ പണിയാണെന്ന് ഓർത്തില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കപ്പയാണ് കേട്ടോ. അതായത് കപ്പ ഞാൻ അതിന്റെ തൊണ്ടൊക്കെ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതേ ഒരു മധുരക്കിഴങ്ങുണ്ട് കേട്ടോ, അല്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ, അതെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇനിയിപ്പോ ഈ ചട്നി ഇരുന്ന് ക്ലീൻ ചെയ്യട്ടെ, ബാക്കി പണികളൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ ചെറിയ പീസുകളായിട്ട് നമ്മുടെ ചേട്ടൻ അരിഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റയും നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് നന്നായിട്ടത് വേവിച്ചെടുക്കണം. വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുക്കണം. ഇത് ഇവിടെ ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടത് അടച്ചെടുത്ത് വേവിച്ചെടുക്കാം. ഒരു വിസിൽ 2 വിസിൽ ഒക്കെ അത്രയൊക്കെ മതിയാവും. കപ്പ പെട്ടെന്ന് വേകുമല്ലോ. കപ്പയും മധുരക്കിഴങ്ങും നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ ഒരടി അടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഒരു വിസിലേ വന്നോളൂ. മധുരക്കിഴങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ബട്ടറിലേക്ക് നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും മധുരക്കിഴങ്ങും നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് എടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം മധുരക്കിഴങ്ങ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആ ബട്ടറൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കണമല്ലോ. ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പയ്ക്ക് എരിവിനാവശ്യമായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാം. കപ്പ ആയതുകൊണ്ട് അതായത് ഇപ്പം തന്നെ ഇതങ്ങ് ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും ഇപ്പം തന്നെ അത് ടൈറ്റായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് താളിച്ചതിലേക്ക് ഒഴിക്കാം. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില, ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമ്മുടെ ഇവിടെ താളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി ബട്ടർ കപ്പ നമ്മുടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രത്യേകമായിട്ടൊരു ഇൻഗ്രീഡിയൻസ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അതും കൂടെ ഒക്കെ ഇട്ടത് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കേ, അങ്ങനെ നമ്മുടെ ബട്ടർ പാൽക്കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിത് ആരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കണം? ഓക്കെ, ഇതുണ്ട്. അങ്ങനെ നമ്മുടെ ജോളാപ്പി സ്പെഷ്യൽ അല്ലേ? പിന്നെ അനുഗ്രഹ സ്പെഷ്യലാണ്. എന്തെന്ന് പറഞ്ഞാൽ ബട്ടർ കപ്പ. ഫിഷ് കറി ഉണ്ട്. കട്ട്ല. കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറഞ്ഞു. ചൂട് മീൻകറി. ചൂടുണ്ടോ? കടിക്കാവുന്ന ചൂടുകൾ. ചൂടുണ്ട്, പറക്കണ് ചൂട്. ബട്ടറിന്റെ ഒന്നും പറയാനില്ല. ഒരു മിക്സഡ് ടേസ്റ്റ്. അതായത് സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് കപ്പ ആൻഡ് വിത്ത് ബട്ടർ
ബട്ടർ പിന്നെ ഇംഗ്ലീഷുകാരായി ഞങ്ങള് എവരിത്തിങ്. തേങ്ങാപ്പാലല്ലേ അപ്പം Some കടുക് കടുവറ കടുകുവറ കടുവറ കടുവറ. 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ്. അങ്ങനെ ചെയ്ത് ഓർത്തതാണ്. പുളി ഒന്നും ഇട്ടിട്ടില്ല. ഇല്ലേ? ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ എല്ലാം കൂടി ചേർന്നപ്പോ പുളി, മധുരം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ടേസ്റ്റ്. അതാ ബട്ടറിന്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും വന്നിരുന്നത്. ഒന്നും പറയാനില്ല, എല്ലാരും ചെയ്ത് നോക്കണം. സിമ്പിൾ ആണ്, ഒരുപാട് എക്സ്പെൻസ് ഒന്നും വന്ന കാര്യമല്ല. എക്സ്പെൻസ് വന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഫിഷ്. അതേത് മീനായാലും മതി. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാടൻ ചാള, നെയ്മീൻ വരെയും വിട്ടു. ചാളയും കപ്പയും ഒന്നും പറയാം. ഓക്കെ, ഇത് ഇതിന്റെ കൂട്ടാണോ? കൂട്ടാണ്, സൈഡാണ് സാലഡ്. സാലഡ് കൂടെ തൈര് ചേർത്ത് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, എല്ലാരും ചെയ്ത് നോക്കണം. കമന്റ്സ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.